ഹലോ, ഈ ഒരു സ്റ്റിക്കർ ബോക്സ് ഉണ്ടാക്കുന്നതിന്റെ പണിപ്പുരയിലായിരുന്നു നമ്മൾ. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടുനോക്കണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോക്സ് ഏകദേശം സെറ്റ് ആക്കിയിരുന്നു. ഇന്നിപ്പോ നമുക്ക് ബോക്സിന്റെ ഉള്ളിലുള്ള കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ടോട്ടൽ നമുക്ക് ഇവിടെ 7 പീസാണ് ആവശ്യമുള്ളത്. ഇതിന്റെ ഒന്നിന്റെയും മെഷർമെന്റ് ഞാൻ ഇതിൽ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ബോക്സിന്റെ അളവ് എങ്ങനെയാണോ അതനുസരിച്ച് വേണം പീസസ് മെഷർ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി 5 ആയിട്ട് നീളത്തിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ മടക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തൊരു സ്ക്വയർ ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇത് ഇതുപോലെ. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ തേക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇതിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയൊന്നും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയി പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ബോക്സിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു A4 സൈസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. വൈറ്റ് കളർ ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, പിങ്ക് ഒക്കെ ആണെങ്കിലും നന്നായിരിക്കും. ഇനി പേപ്പർ ഒട്ടിക്കുന്നില്ല എങ്കിൽ പെയിന്റ് ചെയ്താലും മതിയാവും. ഇതുപോലെ ബോക്സിന്റെ അളവെടുത്ത് 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇനി ഗ്ലൂ തേച്ച് ഈ ബോക്സ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ മുകളിൽ മൂടുന്ന ഒരു ഭാഗവും ഞാൻ ഈ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ട്രാൻസ്പാരന്റ് ഷീറ്റാണ്. ഇത് ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാനിത് അങ്ങനെ വാങ്ങിയതൊന്നുമല്ല. ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സിന്റെ മുകളിലുള്ള ഒരു പോർഷനാണിത്. എന്തായാലും ആക്രിയായിട്ട് സൂക്ഷിച്ച സാധനങ്ങൾ എനിക്കിപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഷീറ്റ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങുന്ന ടൈമിൽ നമുക്ക് നേരത്തെ നമ്മൾ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കാൻ വെച്ചിരുന്ന ആ പീസസ് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം. ഇപ്പൊ തന്നെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിന്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും ചെറിയൊരു ഭംഗി ഉണ്ടാവും. മീഷോയിലൊക്കെ കാണുന്ന പോലത്തെ ബോക്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഏകദേശം അതുപോലത്തെ ലുക്ക് വരണമെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്റ്റിക്കർ ഒന്നുമല്ല, സ്റ്റിക്കർ വാങ്ങിയപ്പോൾ കിട്ടിയ കവറാണ്. അത് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തു എന്ന് മാത്രം. ഇനി കൈവശമുള്ള സ്റ്റിക്കേഴ്സ് ഇതുപോലെ ഇതിലേക്ക് വെക്കാവുന്നതാണ്. ഈ സ്റ്റിക്കേഴ്സ് ഞാൻ മീഷോയിൽ നിന്നും വെറും 90 രൂപയ്ക്ക് വാങ്ങിയതാണ്. അത് കട്ടാക്കി എടുത്തതാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.